ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഈ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡ്രിങ്കിലാണ് കേട്ടോ. ഞാൻ ഒരാഴ്ചയായിട്ട് തടി വെക്കാനുള്ള കഷ്ടപ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസാണിത്, ഒരു സ്മൂത്തിയാണിത്. പാലും ഡേറ്റ്സൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ഇതിൽ കാണിച്ച എല്ലാ സാധനങ്ങളും ഇട്ടുകാണ്ട് അത് ജ്യൂസ് പോലെ ആക്കിയെടുത്ത് എന്നും ഡെയിലി കുടിക്കലുണ്ട്, രാവിലെ തന്നെ കുടിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ രാത്രിക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് കരുതി. ഇട്ട് വെച്ച് പുറത്ത് പോയി വരുമ്പോഴത്തെ അത് റെഡി ആയിക്കോളും, സെറ്റ് ആയിക്കോളും. അപ്പോൾ ഉണ്ടാക്കാമല്ലോ അങ്ങനെ കരുതി. പോണതിന് മുമ്പ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ മോനൊക്കെ. അപ്പോൾ ബെഡൊക്കെ ശരിയാക്കി എടുക്കണം. പുറത്ത് പോയി വരുമ്പോൾ എനിക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ഇരിക്കണം. അതെനിക്കൊരു പീസ് ഓഫ് മൈൻഡിൻ്റെ ഒക്കെ ഒരു പാർട്ട് തന്നെയാണ്. റൂം എപ്പോഴും ക്ലീനായി കിടക്കണം. അങ്ങനെ അത് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് മോനെ സെറ്റാക്കി കാണാൻ വേണം പുറത്ത് പോകാൻ. എന്നും ഒന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കും. മോനായാലും ഫുള്ളും ഫോണും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും. രാത്രിക്കാലം അധികം ഇറങ്ങൽ, പകലങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഫുഡ് ഉണ്ടാക്കലോ അത് കഴിഞ്ഞ് പിന്നെ മോൻ ഉറങ്ങലൊക്കെ ആയിട്ട് അങ്ങനെ പോവും. രാത്രി പിന്നെ പുറത്ത് പോയി വന്നിട്ടാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കൽ. കാക്ക വരാൻ 11:30 ആവുമല്ലോ, അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈഹാന് ഫുഡ് കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി പുറത്ത് പോകാൻ റെഡി ആവാണ്. ജസ്റ്റ് കുറച്ച് പാത്രങ്ങൾ നോക്കാനുണ്ട്. ഞാൻ 2-3 ഒരു ഷോപ്പിൽ ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പണ്ടത്തെ മാതിരിക്കല്ല. പണ്ടൊക്കെ ഓർണമെൻറ്റ്സും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ക്രേസെങ്കിൽ, ഇന്ന് എനിക്ക് കിച്ചൺ ഐറ്റംസും റൂം ഓർഗനൈസ് ചെയ്യാൻ അങ്ങനത്തെ ഓരോ തിങ്സാണ് ഇപ്പോൾ എനിക്കിഷ്ടം. അപ്പോൾ 2-3 സ്ഥലത്ത് ഞാൻ 2-3 പാത്രങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം കരുതി പോവാണ്. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് കോർണിഷ് പോയി. അവനെ കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് കരുതി. ഞാനൊരു ബോൾ എടുത്ത് പോകും. അങ്ങനെ അവിടെ കുറച്ച് നേരം അവനെ കളിച്ചിരിക്കും. അത് ഇപ്പോൾ പാർക്ക് റെനോവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ ഓപ്പൺ ആക്കിയിട്ട്. ഇപ്പോൾ എന്നും പോകലുണ്ട്. കുറച്ച് നേരം അവിടെ ഞാൻ നിൽക്കും, എന്നിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകലുള്ളൂ. ഇനി നേരെ ഷോപ്പിലേക്കാണ് പോണത്. ഈ ഒരു വൈറ്റ് പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ 5 ദിർഹംസേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാകാരം. പിന്നെ ഈ ഒരു പാത്രവും എനിക്കിഷ്ടമായി. ഇത് ഞാൻ എടുത്തിട്ടില്ല, ആ വൈറ്റ് ഞാൻ എടുത്ത്. പിന്നെ എനിക്ക് 2-3 ഭയങ്കര ഇഷ്ടമായ കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് അത് എടുക്കണം. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതും ഞാൻ വാങ്ങണം എന്ന് കരുതുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാണ്ട്. രാത്രി മക്രോണി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അതിന് ബീൻസ് ഇല്ല, അപ്പോൾ അത് വാങ്ങണം. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അത് വാങ്ങി. ഇനി രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. മക്രോണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മക്രോണി ആണെങ്കിലും ഞാൻ പാസ്ത കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എപ്പോൾ ഞാൻ മക്രോണി വാങ്ങാൻ പോയാലും ഞാൻ ഈ പാസ്തൻ്റെ ഈ ഒരു സാധനം വാങ്ങിയേ വരുള്ളൂ. രണ്ടിൻ്റെയും ഷേപ്പ് ഇതായതുകൊണ്ട് ഞാൻ പേരൊന്നും നോക്കില്ല, പെട്ടെന്ന് എടുത്തു പോകലാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കും. ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ എനിക്കൊരുപോലെ ആയിട്ടൊക്കെ അതിന് തോന്നൽ. അപ്പോൾ വെള്ളം ചൂടാക്കി ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ട് അങ്ങനെ അത് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. ക്യാരറ്റും ബീൻസും പിന്നെ ഉള്ളിയും. ക്യാരറ്റ് കുറച്ച് വയസ്സായിക്കണെന്നാലും പ്രശ്നമൊന്നുമില്ല. ലുക്കിലല്ലല്ലോ, വർക്കിലാണല്ലോ കാര്യം. അപ്പോൾ ടേസ്റ്റൊക്കെ ഒരുപോലെ ഉണ്ടാകും. കുറച്ച് ഓൾഡാണ്, കുറച്ചായി കൊണ്ടുവന്ന് വെച്ചിട്ട്.
ഇനി അതൊക്കെ അരിഞ്ഞെടുക്കണം. ഇതിലിട്ടാട്ടോ ഞാൻ ഇതൊക്കെ അരിയൽ. എന്നാൽ പെട്ടെന്ന് പണി കഴിയും. ഞാൻ ഇഹാൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഫുഡൊക്കെ അധികം ഉണ്ടാക്കൽ. അപ്പോൾ അവൻ എണീക്കുമ്പോഴത്തെ എനിക്ക് പകുതിയെങ്കിലും കഴിയണം, അല്ലെങ്കിൽ പിന്നെ അവൻ സമ്മതിക്കില്ല. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മക്രോണി ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. തീരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ് മക്രോണി. ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കും. എനിക്കിത് വലിയ ഇഷ്ടമല്ല, ഞാൻ കഴിക്കലില്ല. ഞാൻ അധികം രാത്രി ചോറ് തന്നെ കഴിക്കൽ. ഇക്കാക്കയാണ് വേറെ ഫുഡൊക്കെ കഴിക്കലുള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെജിറ്റബിൾസും ഒക്കെ റെഡി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ആ ചിക്കനും. പിന്നെ ഇനി ഞങ്ങൾ രാത്രിയായി, അവൻ ഉണരുന്ന 11:30 ആവാൻ നേരത്ത് ഞങ്ങൾ ഇക്കാക്കാൻ്റെ ഷോപ്പിൽ ഒന്ന് പോവും. അപ്പോൾ അങ്ങോട്ട് ഇനി പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് ഇഹാൻ ഷോപ്പിൻ്റെ അവിടെ എത്തിയാൽ കരയാൻ തുടങ്ങും. വേറെ ഒന്നിനില്ല, അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ എന്നും കയറി ഒരു ലോലിപോപ്പെങ്കിലും അവന് വാങ്ങണം. അപ്പോൾ അവനറിയാം അവിടെ പോയാൽ ലോലിപോപ്പ് കിട്ടും, അവർ വെറുതെ കൊടുക്കുന്ന അവനക്കറിയാം. അപ്പോൾ അവിടെ എത്തിയാൽ കരയാൻ തുടങ്ങും. അപ്പോൾ അവിടെ പോയി ഒന്ന് വാങ്ങാമെന്ന് കരുതി. ഇവിടെ എല്ലാവരെയും നമുക്കറിയാം കേട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു, അപ്പോൾ എല്ലാവരെയും അറിയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി. ഇതങ്ങനെ പ്ലാനൊന്നും അല്ല കേട്ടോ, പെട്ടെന്നുണ്ടായൊരു പോക്കാണ്. ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി, ഞാൻ മക്രോണിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം മക്രോണി ഞാൻ പിറ്റേ ദിവസമാണ് കഴിച്ചത്. അന്ന് കഴിച്ചില്ല. അന്ന് ഞങ്ങൾ ചാർക്കോൾ കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. അവിടെ അടുത്തുള്ളൊരു ബൈത്തുൽ സൈത്തൂൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ പോയത്. അവിടെ എത്തി ചാർക്കോളൊക്കെ ഓർഡർ ചെയ്ത് സൂപ്പ് എത്തിയിട്ടോ. സൂപ്പ് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ അങ്ങനെ കഴിക്കലുമില്ല, അവരാണ് കഴിക്കൽ. പിന്നെ കുബൂസും ആ സംഭവങ്ങളൊക്കെ എത്തി. ചാർക്കോൾ എത്തി. 2 വെറൈറ്റി ചാർക്കോൾ ഇനി ഓർഡർ ചെയ്തിരുന്നത്. രണ്ടും സ്പൈസി ആയിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. ഒന്നൊരു റെഡ് കളറും ഒന്നൊരു ഗ്രീൻ കളറും, ഒരു ഗ്രീൻ ചില്ലിയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്ലേവറായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു. അവിടുത്തെ ചാർക്കോളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചിരുന്നു, കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും.